കടലിന്റെ അടിത്തട്ടിൽ ആരും കാണാത്തിടത്ത് ആരും കേൾക്കാത്ത രീതിയിൽ ഒരു ശക്തി രൂപം കൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം അത് പൂർണ്ണമായി സജ്ജമായാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തിയുടെ സമവാക്യം തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇന്ത്യയുടെ പ്രോജക്ട് 75 ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുതിയ മറഞ്ഞിരിക്കുന്ന ആയുധം. ഇന്ന് ലോകത്തിലെ യുദ്ധരീതികൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ പോലെ തുറന്ന യുദ്ധങ്ങൾക്ക് പകരം ഇപ്പോൾ പ്രധാനപ്പെട്ടത് മറഞ്ഞിരിക്കുന്ന ശക്തികളാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ തങ്ങളുടെ സമുദ്രശക്തിയെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. വർഷങ്ങളായി കാത്തിരിക്കുന്ന പ്രോജക്ട് 75 ഇന്ത്യ എന്ന പദ്ധതി അതിന്റെ ഭാഗമാണ്. ഇത് വെറും ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ പഴയ അന്തർവാഹിനികളെ മാറ്റി പുതിയ ശക്തിയെ ഉൾക്കൊള്ളിക്കാനുള്ള വലിയൊരു നീക്കം കൂടിയാണ്. ഇന്ത്യയുടെ നിലവിലെ പല സാധാരണ അന്തർവാഹിനികളും കാലക്രമേണ പഴകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രധാന വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ സമുദ്ര യുദ്ധത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥിതിഗതികൾ മാറും. അതേസമയം ചൈനയും പാകിസ്ഥാനും അവരുടെ നാവിക ശക്തി വേഗത്തിൽ വർദ്ധിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇവരുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാവുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒരു ശക്തമായ മറുപടി നൽകേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. അതിന് മറുപടിയാണ് പ്രോജക്ട് 75 ഇന്ത്യ എന്നത് രൂപം കൊള്ളുന്നത്. ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ അന്തർവാഹിനി ശക്തിയെ പൂർണ്ണമായി നവീകരിക്കുകയും സമുദ്രത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇതിന്റെ ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന പുതിയ തലമുറ അന്തർവാഹിനികളാണ് പരിഗണിക്കുന്നത്. ഇവ സാധാരണ അന്തർവാഹിനികൾ അല്ല. കൂടുതൽ നിശബ്ദമായി സഞ്ചരിക്കാൻ കഴിവുള്ളതും കൂടുതൽ കാലം വെള്ളത്തിനടിയിൽ തുടരാൻ കഴിവുള്ളതും കൂടുതൽ ശക്തമായ ആക്രമണ ശേഷിയുള്ളതുമായ സംവിധാനങ്ങളാണിവ. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത് സ്കോർപിയൻ വിഭാഗത്തിലുള്ള പുതിയ അന്തർവാഹിനികളാണ്. ഇവയെ സ്കോർപിയൻ ഇവോൾവ്ഡ് എന്നാണ് വിളിക്കുന്നത്. ഈ പുതിയ പതിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവയിൽ നിരവധി പ്രധാന മാറ്റങ്ങൾ ഉൾപ്പെടുത്താൻ പദ്ധതിയുണ്ട്. പഴയ രീതിയിലുള്ള ബാറ്ററികൾക്ക് പകരം ലിഥിയം അയൺ ബാറ്ററികൾ ഉപയോഗിക്കുന്നതാണ് പ്രധാന മാറ്റങ്ങളിലൊന്ന്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് അന്തർവാഹിനികൾക്ക് കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ തുടരാനും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാനും കഴിയുമെന്നതാണ്. അതുവഴി പുറത്തു വരാതെ തന്നെ ദൗത്യങ്ങൾ നീണ്ടു നിൽക്കാൻ സാധിക്കും. ഇത് നിശബ്ദ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ബ്രഹ്മോസ് NG മിസൈൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ലംബ വിക്ഷേപണ സംവിധാനങ്ങൾ ഉൾപ്പെടുത്താനുള്ള പദ്ധതികളും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഈ സംവിധാനം വന്നാൽ ഈ അന്തർവാഹിനികൾക്ക് കടലിലും കരയിലും കൃത്യമായി ആക്രമണം നടത്താൻ കഴിയും. ഇതിലൂടെ ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷി വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നതും എടുത്തു തന്നെ പറയണം. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഭാഗം സ്വദേശീയ നിർമ്മാണമാണ്. ഈ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആയിരിക്കും. ഫ്രാൻസിലെ നേവൽ ഗ്രൂപ്പും സഹകരിക്കുമെന്നതാണ്. ഈ സഹകരണം വെറും നിർമ്മാണത്തിൽ ഒതുങ്ങുന്നതല്ല. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനും ഇന്ത്യയുടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും ഇത് സഹായിക്കും. ഇതിലൂടെ ഭാവിയിൽ ഇന്ത്യക്ക് സ്വയം അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കൂടുതൽ കഴിവ് ലഭിക്കുമെന്നതും എടുത്തു തന്നെ പറയണം. ഈ പുതിയ അന്തർവാഹിനികളുടെ ഏറ്റവും വലിയ ശക്തി അവയുടെ നിശബ്ദത തന്നെയാണ് കേട്ടോ. ശബ്ദം വളരെ കുറവായതിനാൽ ശത്രുക്കൾക്ക് അവയെ കണ്ടെത്തുന്നത് വളരെയേറെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായി മാറും. യുദ്ധ സാഹചര്യങ്ങളിൽ ഇത് വലിയ മുൻതൂക്കം നൽകും. പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിദേശ നാവിക സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതിക്ക് വലിയ തന്ത്ര പ്രാധാന്യമാണുള്ളത്. പ്രോജക്ട് 75 ഇന്ത്യയുടെ പഴയ അന്തർവാഹിനി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം മാത്രമല്ല, ഭാവിയിലെ കൂടുതൽ വികസിത അന്തർവാഹിനികൾക്കുള്ള ഒരു അടിസ്ഥാനം കൂടിയാണ്.